ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. കനലൊരു തരി ആലത്തൂരായിരിക്കും. ആശ്വാസത്തിന്റെ കാറ്റ് ആലത്തൂരിൽ നടിക്കുന്നുണ്ട്. മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. എങ്ങനെ നമ്മൾ തോറ്റ്? വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അത് എങ്ങനെ തോറ്റു അത്ര ആലോചിക്കാൻ എന്താ ഉള്ളതെന്ന്. ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അതന്നെ. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയും NDAയും വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയും NDAയും വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ 370 മുതൽ 430 വരെ സീറ്റ് BJPക്ക് ലഭിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ഇത്തവണ 400-ലധികം. ഇത്തവണ 400-ലധികം. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ കണക്കുകൂട്ടലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ പരാജയമാണ് അവർക്കുണ്ടായത്. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിൽ വന്നിട്ടുള്ളത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി? 20-ൽ 18 സീറ്റും ജയിച്ച് സംസ്ഥാനത്ത് UDFന്റെ വൻ തേരോട്ടം. 6 മുതൽ 8 സീറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1 സീറ്റിൽ ഒതുങ്ങി LDF തകർന്നടിഞ്ഞു. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 1 സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. ഇതെന്തായാലും ഒരു നാറ്റ കേസായി. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ LDFന് മുന്നിലേക്ക് NDA കേരളത്തിൽ അവരുടെ ലീഡ് നില ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ചരിത്രം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ്. ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ പലരും ഞങ്ങളെ പുച്ഛിച്ച് തള്ളി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെയാണ് NDAക്ക് ജയിക്കാനായത് എന്നുൾപ്പെടെയുള്ള ഞങ്ങൾ ഇതുപോലെ വലിയ തോൽവി ഏറ്റുവാങ്ങാൻ ഇടയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായ പരിശോധനക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങൾ 100% ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ പറയുന്നതോട് ഞങ്ങൾക്ക് യാതൊരു, കാരണം ഞങ്ങൾ വമ്പിച്ച വിജയത്തിലേക്ക് പോകാൻ പോവാം. എന്താ ഉറക്കം വരുന്നു? ഞങ്ങൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല, നിങ്ങൾക്കാണ് ഉത്കണ്ഠ. നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലി പൊളിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാവും. നാടൻ കത്തിയുണ്ടാവും ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണം? അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ 2 കൈ ഒന്ന് വെട്ടിക്കള. എന്തായാലും അപ്രമാദിത്വം ഒരു നരേന്ദ്രമോദിയുടെ വല്ലാത്തൊരു മേധാവിത്വമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇല്ല. അത് ജോറായി, എനിക്കിഷ്ടായി. പ്രതിപക്ഷം അതിന്റെ കരുത്തുകാട്ടി തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഇക്കുറി തലയൂർത്ത് നിൽക്കാം. ഇതാ പറയുന്നത് ദൈവമുണ്ടെന്നും അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കുമെന്നും. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം.